മീശമാധവൻ സിനിമയിലെ പട്ടാളം പുരുഷനെ ഓർക്കുന്നുണ്ടോ? എനിക്ക് ഈയിടെ അതുപോലത്തെ ഒരു ഫോൺ കിട്ടി. പട്ടാളത്തിൽ നിന്ന് ഒരു മനുഷ്യൻ, അങ്ങ് അരുണാചൽ പ്രദേശിൽ നിന്ന്. പുള്ളിക്കാരൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ, ഞാൻ ഈയിടെ 2 ആഴ്ച മുമ്പ് നാട്ടിൽ വന്നായിരുന്നു. ഒരു 2 ആഴ്ചത്തെ അവധി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഭാര്യയായിട്ട് ഞങ്ങൾ ടൂർ ട്രിപ്പൊക്കെ പോയി. അപ്പോൾ പുള്ളി ഇപ്പം തിരിച്ച് യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന്. പക്ഷെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഡൗട്ട്. പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പുള്ളി നാട്ടിലെത്തിയ സമയത്തിന് ശേഷം ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു ആ കുട്ടിയുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നൊക്കെ. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോൾ ഒരു കാലത്തും ഡോക്ടർ എൻ്റെ കുട്ടി ആവാനുള്ള സാധ്യതയില്ല. ഒരു ഫ്രാൻറ്റിക് കോളായിരുന്നു. ഞാനിങ്ങനെ അരുണാചൽ പ്രദേശിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഫോൺ ഈ ഒരു കണ്ടീഷനിലൊക്കെ വിളിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ ഗവനിക്കണമല്ലോ. ഞാൻ ആക്ച്വലി കലണ്ടറൊക്കെ എടുത്ത് പുള്ളിക്കാരുടെ വൈഫിൻ്റെ പീരീഡ്സൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. സത്യത്തിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ്. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഡിലേഡ് ഓവുലേഷൻ. സാധാരണ നമുക്കൊരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വെച്ചാൽ 28 ദിവസമാണല്ലോ. അപ്പോൾ 28 ദിവസം റെഗുലർ സൈക്കിൾസ് ഉള്ള ഒരാൾക്ക് യൂഷ്വലി ഒരു 14ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ കിട്ടുക. അപ്പം സപ്പോസ് ആ സമയത്ത് നമ്മൾ കോൺടാക്ട് ഉണ്ടെങ്കിൽ ആഫ്റ്റർ 14 days നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവും. പക്ഷേ ഇറഗുലർ പീരീഡ്സ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ 14ാമത്തെ ദിവസം ആയിരിക്കത്തില്ല ഓവുലേഷൻ കിട്ടുക. അത് ചിലപ്പോൾ 20ാമത്തെ 22ാമത്തെ ദിവസമായിരിക്കും. അതുകൊണ്ട് ഈ ഡിലേഡ് ഓവുലേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഭർത്താക്കന്മാർ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദാമ്പത്യ കലഹത്തിലോട്ട് പോലും അത് എത്തപ്പെടാം.